പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുർത്തിയിലും നൈറ്റിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നെക്ക് ഡിസൈനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഞാനിതിപ്പോൾ ഒരു നൈറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പം നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രിൻറ്റഡ് ക്ലോത്ത് കണ്ടില്ലേ, ഇതാണ് ഞാൻ ഈ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ലേസും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ക്ലോത്തിൻ്റെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു ഭാഗമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ച അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ 15.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു പീസിൻ്റെ വിഡ്ത്ത് വരുന്നത് 5.5 ഇഞ്ചാണ്. ഇനി നമുക്കിത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ രണ്ടും കൂടി നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ കാണുന്ന മാർക്കിങ്ങിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഈ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇടുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഞാൻ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 14.5 ഇഞ്ചാണ്. ഇനി നമുക്കിതിൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴത്തോട്ടേക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. അതും കൂടി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് മുകളിലോട്ടേക്ക് ഒരു 2 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് ആ നെക്ക് എൻഡ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു ലൈൻ വരക്കാം. ഇനി അതേപോലെ നമ്മൾ ഇവിടുന്ന് റൈറ്റിലോട്ടേക്ക് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് നമുക്ക് താഴത്തോട്ടേക്ക് വരക്കാം. എന്നിട്ട് താഴേന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിലേക്ക് ഒരു 2 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് ആ മാർക്കിങ്ങിന് നമുക്ക് ഈ പേപ്പറിൻ്റെ കോർണറിലേക്ക് ആ മടക്കിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരക്കാം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ പീസ് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ താഴത്തെ കുറച്ച് ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഗമ്മ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ഈ പേപ്പർ ക്യാൻവാസിലേക്ക് ഒട്ടിച്ചെടുക്കാം. നിങ്ങളത് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആ നൂലൊക്കെ അഴിച്ച് കളയാൻ നിൽക്കേണ്ടി വരും. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഈസിയാണ് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് സൈഡൊക്കെ ഒട്ടിച്ച് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലേസ് ഇതുപോലെ ഇതിൻ്റെ ചുറ്റുമായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു കോർണറിലെത്തുമ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ മടക്കിലും പിന്നെ അത് ഈ കോർണറിൽ ഇപ്പുറത്തെ എൻഡിലോട്ടേക്കും ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എല്ലാ കോർണറിലെത്തുമ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത്.
അപ്പോൾ ഈ പീസിൽ ലേസ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് നൈറ്റിയിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നൈറ്റിൽ നല്ല വശത്ത് ഇതുപോലെയാണ് വരേണ്ടത്. അപ്പോൾ ഈ ഭാഗം നമ്മൾ തിരിച്ചിടുക. എന്നിട്ട് നൈറ്റിയുടെ ബാക്ക് സൈഡിൽ ഈ നമ്മൾ റെഡിയാക്കിയെടുത്ത ഈ പീസിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. പിൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ആ സ്റ്റിച്ചിലൊന്നും തട്ടാതെ ഉള്ളിലത്തെ ഭാഗം നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ചെറിയ ചെറിയ നോച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം തിരിച്ച് അപ്പുറത്തോട്ടേക്ക് ഇടാം. ആ ഫ്രണ്ട് സൈഡിലോട്ടേക്ക് ഈ ഭാഗം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഈ പീസ് തിരിച്ചിടാം. ഇനി നമുക്കിതാ ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടെ ഓരോ സ്റ്റിച്ച് ഇട്ടെടുക്കാം. അപ്പോൾ ഇത് ഈ നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലത്തെ ബട്ടൺസും കൂടി ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാൻ. ഈ ഒരു നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.